പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ, ഗൾഫിന്റെ മണ്ണിൽ യുദ്ധം തുടങ്ങുമ്പോൾ നമ്മൾ ചില കാര്യങ്ങൾ മറന്നു പോകരുത്. ഇവിടെ ചിലരുടെ കമന്റുകളും ചിലരുടെ വീഡിയോകളും ഒക്കെ കാണുമ്പോൾ അറേബ്യയിലുള്ള മുസ്ലിങ്ങൾ മുഴുവൻ മരിച്ചു പോകുന്നതിലുള്ള ഒരു സന്തോഷമാണ് അവർ കാണുന്നത്. എന്തോ അതിലൊരു മൃഗീയമായ ഒരു ആനന്ദം കണ്ടെത്തുകയാണ്. എന്നാൽ ആ ആനന്ദത്തിൽ ഒരു പൈശാചികതയാണ് കൂടിയിരിക്കുന്നത് എന്നാണ് എൻ്റെ അഭിപ്രായം. അതാര് തന്നെയായിരുന്നാലും ഒരിക്കലും അങ്ങനെ ചിന്തിക്കാൻ പാടില്ലാത്തതാണ്. നമ്മൾ ഏതെങ്കിലും ഒരു മനുഷ്യജീവൻ, അത് ഇസ്രായേലിലെ ആയാലും ഇറാനിലെ ആയാലും മറ്റെവിടത്തെ ആയാലും ഓരോ ജീവനും വിലപ്പെട്ടത് തന്നെയാണ്. നമ്മൾ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ അടികൂടാറുണ്ട്, അല്ലേ? ഇന്ത്യയും പാകിസ്ഥാനും അടികൂടുമ്പോൾ എന്തിനാണ് ഇന്ത്യ പാകിസ്ഥാനിൽ അടിക്കുന്നത്? അവിടുത്തെ സിവിലിയൻസിനെ എന്തെങ്കിലും ചെയ്യാറുണ്ടോ? ഒന്നും ചെയ്യാറില്ല. അത് മാത്രമല്ല, ഇന്ത്യയിൽ കയറി എന്തെങ്കിലും ആക്രമണം നടത്തിയാൽ ആ ആക്രമണം നടത്തുന്നത് ആരാണെന്ന് തിരിച്ചറിഞ്ഞ് അവരെ മാത്രം ചെന്ന് ഉന്മൂലനം ചെയ്തിട്ട് തിരിച്ചു പോരുക മാത്രമേ ചെയ്യൂ. അല്ലാതെ അവിടെ പാകിസ്ഥാനിലെ ഏതെങ്കിലും ഒരു പ്രധാനമന്ത്രി ഭരിക്കുന്നത് കൊണ്ടോ അവിടെ ഏതെങ്കിലും ഒരു പ്രസിഡന്റ് ഭരിക്കുന്നത് കൊണ്ടോ അവിടുത്തെ ഭരണം ആരെങ്കിലും നടത്തുന്നത് കൊണ്ടോ ഇന്ത്യക്ക് ഒരു ചൊറിച്ചിലുമില്ല. അവിടെ ആര് ഭരിച്ചാലും എങ്ങനെ ഭരിച്ചാലും അത് ആ നാട്ടുകാർക്ക്, ഇങ്ങോട്ട് നമ്മളതൊന്നും ബാധിക്കില്ല. ഇനി അഫ്ഗാനിസ്ഥാനിൽ ആരെങ്കിലും ഭരിച്ചാലും അവിടെ എന്ത് താലിബാൻ ഭരണം നടത്തിയാലും അവിടെ എന്ത് സ്വാതന്ത്ര്യക്കേടുണ്ടാക്കി കഴിഞ്ഞാലും അത് അവിടുത്തെ ജനങ്ങൾക്ക് അവർ നോക്കിക്കോളും. നമ്മൾ കയറിയെടുക്കേണ്ട ആവശ്യമില്ല. ശരിക്കും ആ ഒരു നിലപാടാണ് വേണ്ടത്, ഇന്ത്യയുടെ ആ നിലപാട്. പിന്നെ രാജ്യങ്ങളുമായിട്ടുള്ള ബന്ധം, അത് മറ്റുള്ളവരുമായിട്ടുള്ള തർക്കവും വഴക്കും നോക്കിയിട്ട് നമുക്ക് ബന്ധം സ്ഥാപിക്കാനും പറ്റില്ല. അതുകൊണ്ട് ഇന്ത്യ ഇസ്രായേൽ ബന്ധത്തെ ഞാൻ തള്ളിക്കളയുന്നൊന്നുമില്ല. അത് രണ്ട് രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധമാണ്. അതേ ബന്ധം ഇന്ത്യക്ക് ഇറാനുമായിട്ടും ഉണ്ട്. അതുകൊണ്ട് ഇറാനും ഇസ്രായേലും തമ്മിൽ അടിക്കുമ്പോൾ അതിന്റെ ഇടയിൽ നിന്നുകൊണ്ട് നഖം ചുരുണ്ടുന്ന ഒരു പരിപാടി ഇന്ത്യ ചെയ്യുമെന്ന് ആരും കരുതേണ്ടതില്ല. അല്ലെങ്കിൽ ഇസ്രായേലിന്റെ കൂടെ നിന്നുകൊണ്ട് ഇറാനിലെല്ലാം ചത്തൊടുങ്ങട്ടെ എന്ന് മോദി വിചാരിക്കുമെന്നും കരുതേണ്ടതില്ല. നരേന്ദ്രമോദി എന്ന പ്രധാനമന്ത്രിക്കും ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഈ രണ്ട് രാജ്യങ്ങളും ഒരുപോലെയാണ്. അറേബ്യയിലെ കുട്ടികൾ ഇപ്പോൾ ഒരു സ്കൂളിൽ ബോംബ് വീണിട്ട് ഏതാണ്ട് 60ഓളം പേർക്ക് പരിക്കും, ഏതാണ്ട് ഒരു 51-55 കുട്ടികൾ, പെൺകുട്ടികൾ സ്കൂളിലെ ബോംബ് വീണത് കൊല്ലപ്പെട്ട വാർത്തയാണ് കാണുന്നത്. ഇസ്രായേൽ അങ്ങനെയാണ്. കണ്ണും പൂട്ടിയാണ് വെടിവെക്കുന്നത്, കണ്ണും പൂട്ടിയാണ് ബോംബിടുന്നത്. എന്നിട്ട് അവർ ലോകത്തെ പുണ്യാളന്മാരാകുകയും ചെയ്യും. അതിനെ ഞാൻ അപലപിക്കുന്നു. ചെയ്യാൻ പാടില്ലാത്തതാണ്. അടിയുടെ കാര്യം നോക്കുകയാണെങ്കിൽ, യുദ്ധത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ ഒരിക്കലും ഇറാൻ അങ്ങോട്ട് കയറി അടിച്ച ചരിത്രമൊന്നുമില്ല. ഇറാന്റെ പരമാധികാരത്തിലേക്ക് കയറി അടിക്കുമ്പോഴാണ് ഇറാൻ തിരിച്ചടിക്കുന്നത്. ഇറാനിൽ ആര് ഭരിക്കണം, ആര് എങ്ങനെ ഭരിക്കണം എന്നതൊക്കെ ഇറാനിലെ ജനങ്ങളാണ് തീരുമാനിക്കുന്നത്. അതിന് അമേരിക്ക ഇസ്രായേലും തീരുമാനിക്കേണ്ട ആവശ്യമില്ല. അമേരിക്കയിൽ ആരാണ് ഭരിക്കേണ്ടത് അമേരിക്കൻ ജനതയും, ഇസ്രായേലിൽ ആരാണ് ഭരിക്കേണ്ടത് ഇസ്രായേലിൻ ജനതയും തീരുമാനിക്കുന്നത് പോലെ തന്നെ ഇറാന്റെയും ഇറാഖിന്റെയും മറ്റുള്ളവരുടെയും എല്ലാം ഉദ്ദേശം എന്ന് പറയുന്നത്. ഇവിടെ ഇറാനിലെയും അതുപോലെ മറ്റു രാജ്യങ്ങളിലെയും എണ്ണ, അവരുടെ സമ്പത്ത് അത് കണ്ടുകൊണ്ട് ആയുധ കച്ചവടത്തിന് വേണ്ടി അമേരിക്കയും ഇസ്രായേലും തുനിഞ്ഞിറങ്ങുമ്പോൾ അതിൽ കുറെ സാധുക്കൾ കൊല്ലപ്പെട്ടു പോവുകയാണ്. ജനങ്ങളാണ് കൊല്ലപ്പെടുന്നത്. ലോകത്തിന്റെ സമാധാനമാണ് ഇല്ലാതെ വരുന്നത്. ഈ ഇന്ത്യയിൽ, നമ്മുടെ കൊച്ചു കേരളത്തിലും അതിന്റെ പ്രതിഫലനം വരും ദിവസങ്ങളിൽ കണ്ടു തുടങ്ങും. ഇറാനിലെ ഓരോ മനുഷ്യജീവൻ, അല്ലെങ്കിൽ അറേബ്യൻ രാജ്യങ്ങളിൽ ഇറാൻ തൊടുത്തുവിടുന്ന മിസൈലുകളേറ്റ് മരണപ്പെടുന്ന ഓരോരുത്തർ, അതെല്ലാം മരിച്ചു വിടുന്നത് മുസ്ലിങ്ങളല്ലേ എന്ന് കരുതി സന്തോഷിക്കുന്ന ഇവിടത്തെ മൃഗീയ മനസ്സുള്ള കുറച്ച് ആൾക്കാരോടാണ് ഞാൻ എൻ്റെ ഒരു കഥ പറയാം. 50 വയസ്സാണ് എനിക്ക്. എൻ്റെ 1.5 വയസ്സിൽ ഞാൻ അനാഥനായി പോയതാണ്. വളരെ കഷ്ടപ്പെട്ടാണ് മാതാവ് വളർത്തിയത്. ആ വളർച്ചയുടെ ഇടയിൽ ഗൾഫ് പണത്തിന്റെ സ്വാധീനം നല്ലവണ്ണം ഞാൻ അറിഞ്ഞതാണ്. ബഷീർ എന്ന് പറയുന്ന ഒരു ചെറുപ്പക്കാരനുണ്ടായിരുന്നു അക്കാലത്ത് സൗദി അറേബ്യയിൽ പണിയെടുക്കുന്ന ഒരു സാധാരണക്കാരൻ. ആള് മരണപ്പെട്ടു പോയി. അയാൾ 2 വർഷത്തിൽ ഒരിക്കൽ ഗൾഫിൽ നിന്ന് വരുമ്പോൾ എനിക്ക് ഒരു ഷർട്ട് പീസ് ഉണ്ടാവും. അതാണ് നമുക്ക് കിട്ടുന്ന ഒരു ഫോറിൻ പീസ്. പിന്നെ ഫാത്തിമ എന്ന പേരുള്ള മറ്റൊരു സ്ത്രീ, അവരും കഷ്ടപ്പെട്ട്, ഒരുപാട് കഷ്ടപ്പെട്ട് എൻ്റെ ബാല്യത്തിൽ എന്നെ അവരും സഹായിച്ചിട്ടുണ്ട്. ഇവർ രണ്ടുപേരുടെയും ഗൾഫിന്റെ കഥകൾ എനിക്കറിയാം, അവരുടെ കഷ്ടപ്പാടിന്റെ കഥകൾ അറിയാം. അതുപോലെ ഒത്തിരി പേർ, ആ ഒത്തിരി പേരുടെ സഹായങ്ങളും അവിടെ നിന്നുള്ള പണമൊഴുക്കും തന്നെയാണ് ഈ കേരളത്തെ ഇന്ന് കാണുന്ന കേരളമാക്കി മാറ്റിയത്. അല്ലാതെ ഇവിടെ കോരനും ജോസഫും തൊമ്മനും മമ്മദും എല്ലാം കൂടി ഒരുമിച്ച് പാടത്തും പറമ്പിലും പണിയെടുത്തിട്ടുണ്ടായതല്ല ഇതൊന്നും. ഇന്ത്യൻ പ്രധാനമന്ത്രിമാരോ കേരളത്തിലെ മുഖ്യമന്ത്രിമാരോ ഇവിടുത്തെ സാധാരണക്കാരെ ജനങ്ങളുടെ അക്കൗണ്ടിലേക്ക് ഇട്ടുകൊടുത്ത പണവുമല്ല. അതിനുള്ള സാമ്പത്തിക ശേഷം ചെലമിഷി നമുക്കിട്ടില്ലാതിരുന്നതാണ്. ഇവിടെ എപ്പോഴും സാധാരണക്കാരുണ്ട്, വലിയ വലിയ മുതലാളിമാരുണ്ട്. മുതലാളിമാർ അവരുടെ കോലത്തിൽ അങ്ങനെ പോകും. ഇന്നും പട്ടിണിയുണ്ട്. നമ്മുടെ മുഖ്യമന്ത്രി പറയുന്നുണ്ട് അതിദാരിദ്ര്യർ ഇല്ല എന്ന്. നുണയാണ്. അതിദരിദ്രർ ഇപ്പോഴും ഉണ്ട്. ഇവിടെ ഇപ്പോഴും ഈ സാധുക്കൾ നല്ലൊരു ഭാഗം അവർ ജീവിച്ചു പോകുന്നത് ഈ പ്രവാസ പണത്തിന്റെ ചൂട് കൊണ്ട് തന്നെയാണ്, യാതൊരു സംശയമില്ല. ഈ അടുത്ത കാലത്താണ് അത് UK യും അമേരിക്കയും
മറ്റ് രാജ്യങ്ങളുമൊക്കെ ആയി മാറിയത്. ഇപ്പോഴും നമ്മുടെ വരുമാനത്തിന്റെ നല്ലൊരു ശതമാനം ഇങ്ങോട്ട് വരുന്നതും നമ്മുടെ സംസ്ഥാനത്തെ പരിപോഷിച്ചുകൊണ്ടിരിക്കുന്നതും ഇതേ രാജ്യങ്ങൾ തന്നെയാണ്. അതൊക്കെ മുസ്ലിം രാജ്യങ്ങളും തന്നെയാണ്. അവിടെ ചെന്ന് കഷ്ടപ്പെടുന്ന ആ ആൾക്കാർ മുസ്ലിങ്ങളായാലും ക്രിസ്ത്യാനി ആയാലും ഹിന്ദുക്കളായാലും ആരായാലും ഇവിടെ നിന്ന് പോകണം, അവിടെ ഉള്ളവനെ സംബന്ധിച്ച് അവൻ ഹിന്ദിയാണ്. അവൻ മുസ്ലിം ആയതുകൊണ്ട് 10 രൂപ കൂടുതൽ കൊടുത്തേക്കാം, അല്ലെങ്കിൽ ക്രിസ്ത്യാനി ആയതുകൊണ്ടോ ഹിന്ദു ആയതുകൊണ്ടോ 10 രൂപ കുറച്ച് കൊടുത്തേക്കാന്നൊന്നുമില്ല. ഒരു കുറ്റം ചെയ്തു കഴിഞ്ഞാൽ, ഒരു തെറ്റ് ചെയ്തു കഴിഞ്ഞാൽ ശിക്ഷ അവിടെ ഉള്ളവനും ഇവിടെ ഉള്ളവനും എല്ലാം ഒരുപോലെ തന്നെ. അതുകൊണ്ട് തന്നെ അവിടെ ഉള്ളവർ എങ്ങനെ ഭരിക്കുന്നു എന്ന് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. അവിടെയുള്ളവർ നമുക്ക് തിന്നാൻ തരുന്നുണ്ട്, നമ്മുടെ കഷ്ടപ്പെട്ടാണെന്നുണ്ടെങ്കിലും. നമ്മളെ അവർ സ്വീകരിക്കുന്നത് കൊണ്ട്, നമുക്കവർ തൊഴിൽ തരുന്നത് കൊണ്ട്, അതിനുള്ള സൗകര്യങ്ങൾ അവിടെ തരുന്നത് കൊണ്ട്, ഇവിടത്തേക്കാളും മെച്ചപ്പെട്ട രീതിയിൽ വരുമാനം ലഭിക്കുന്നത് കൊണ്ടാണല്ലോ ഇത്രയും പണം ചെലവാക്കി വിസയും എടുത്ത് കുടുംബത്തെയും മറ്റുള്ളവരും ഒക്കെ അകന്നുകൊണ്ട് ഈ പ്രവാസ ലോകത്തേക്ക് പോകുന്നത്. ആ പ്രവാസ ലോകത്തേക്ക് പോയത് കൊണ്ടാണല്ലോ ഇവിടെ 2-3 നിലകളുള്ള മണിമാളികൾ ഉണ്ടായത്. അതല്ലെങ്കിൽ ഇവിടെ പെങ്ങന്മാരെ കെട്ടിച്ചേച്ചത്, അതല്ലെങ്കിൽ അപ്പനും അമ്മയ്ക്കും കയറി കിടക്കാൻ ഒരു കൂര ഉണ്ടാക്കി കൊടുത്തത്, ഈ സൗകര്യങ്ങൾ ഉണ്ടാക്കിയത്, മെച്ചപ്പെട്ട കച്ചവട സൗകര്യങ്ങൾ ഉണ്ടാക്കിയതെല്ലാം. അപ്പൊ പറയും ചോര നീരാക്കി കണ്ട് ഞങ്ങൾ അവിടെ പണിയെടുത്തിട്ടാണ്, അല്ലാതെ അവര് ഓസിക്കിങ് എടുത്ത് തന്നതല്ലാന്ന്. അങ്ങനെ ചോര നീരാക്കുന്നത് ഇവിടെയും ആകാമായിരുന്നല്ലോ, പിന്നെ എന്തിനാ അങ്ങോട്ട് പോയി ചോര നീരാക്കിയത്? അപ്പൊ നമുക്ക് അന്നം തരുന്ന നാടാണ് അത്. ഇറാനായാലും ഇറാഖായാലും സൗദി അറേബ്യ ആയാലും UAE ആയാലും ഖത്തറായാലും ഏതായാലും ഈ രാജ്യങ്ങളിലൊക്കെ നമ്മുടെ ബന്ധുക്കൾ, നമ്മുടെ മക്കൾ ഒക്കെ, എന്റെ മകൻ ഉണ്ട് UAE പണിയെടുക്കുന്നുണ്ട്, അവിടെ ഉണ്ട്. അപ്പോൾ ഇത്തരത്തിൽ മലയാളികളായിട്ടുള്ളവർ ബഹുഭൂരിപക്ഷവും അവിടെയാണ്. അവിടെ ബന്ധുക്കളും മറ്റുള്ളവരും ഒക്കെ നമുക്ക് വേണ്ടി അവിടെ കഷ്ടപ്പെടാണ്. അതുകൊണ്ട് ആ രാജ്യത്തെ നമ്മൾ അവമതിക്കൊന്നും വേണ്ട. അവിടെ നിൽക്കുന്നവർ ഹിന്ദുക്കളാണെന്നോ ക്രിസ്ത്യാനാണെന്നോ അങ്ങനെയൊന്നുമില്ല. നമ്മൾ മുസ്ലിങ്ങളെ ഭർഷിക്കേണ്ട ആവശ്യമില്ല. ഇവിടെ സോഷ്യൽ മീഡിയയിലും മറ്റും ചില നെരമ്പ് രോഗികളുണ്ട്, ചില മൃഗതുല്യരായ മനസ്സിന് ഉടമകളുണ്ട്. അവർ അവിടെ കൊല്ലപ്പെടുന്നത് മാടുകളാണ്, ചത്തൊടുങ്ങട്ടെ എന്നവർ പറയുന്നുണ്ട്. അതവരുടെ മനസ്സിന്റെ കാഠിന്യം, അവരുടെ മാതാപിതാക്കൾ അവരെ പഠിപ്പിച്ചത്, അതവർ പറഞ്ഞോട്ടെ. എനിക്കത് തോന്നുന്നില്ല. അവിടെ മരണപ്പെട്ട ഏതാണ്ട് 60-ൽ താഴെ വരുന്ന കുട്ടികൾ, അങ്ങനെയാണ് ജസീറ റിപ്പോർട്ട് ചെയ്യുന്നത്. അത്രയും കുട്ടികൾ അവിടെ, പെൺകുട്ടികൾ മരണപ്പെട്ടുപോയി. സ്കൂളിലേക്ക് ഇസ്രായേലിന്റെ ബോംബ് പതിച്ചിട്ടാണ്. അതുപോലെ ഇറാൻ ബോംബ് ഇട്ടിട്ട് UAE-ലും ഒരു പൗരൻ മരിച്ചിട്ടുണ്ട്, ഒരു പാകിസ്ഥാനി മരിച്ചു എന്നുള്ള ഒരു വിവരം പുറത്തു വരുന്നുണ്ട്. ആര് മരിച്ചു കഴിഞ്ഞാലും എവിടെ മരിച്ചു കഴിഞ്ഞാലും മരണം തന്നെയാണ്. ഇതൊക്കെ മറ്റുള്ളവരുടെ പരമാധികാരത്തിന്മേൽ കടന്നു കയറിയിട്ടുള്ള ആയുധ കച്ചവടത്തിന്റെ ബാക്കിയാണ്, അല്ലാതെ മറ്റൊന്നുമല്ല. പലസ്തീനും ഇസ്രായേലും തമ്മിൽ അടിക്കുന്നത് നമുക്ക് മനസ്സിലാവും. കാരണം പലസ്തീൻ പ്രദേശവും അതിന്റെ ഗാസ പ്രദേശവും ഒക്കെ ഇസ്രായേലിന് പണ്ടേ നോട്ടമുള്ളതാണ്. അതുകൊണ്ടാണ് ഹമാസ് എന്ന് പറയുന്ന ഒരു സംഘടന ഇസ്രായേൽ ഉണ്ടാക്കി അമേരിക്കയും ഇസ്രായേലും കൂടെ തീറ്റിപ്പോറ്റുന്നത്. ഹമാസും ഇസ്രായേലും കൂടെ തമ്മിൽ അടിക്കുന്നു എന്ന് ലേബൽ ഉണ്ടാക്കിയിട്ട് അതിന്റെ ഓരോ പ്രദേശമായിട്ട് ഇസ്രായേൽ ലയിച്ചുകൊണ്ടിരിക്കുന്നത്. ഓരോ യുദ്ധം കഴിയുന്നോറും ഇസ്രായേലിന്റെ പ്രദേശമാണ് വലുതായിക്കൊണ്ടിരിക്കുന്നത്. ഹമാസ് ഇസ്രായേലിന് എതിരാണെന്നുണ്ടെങ്കിൽ തിരിച്ചു പിടിക്കലുണ്ടാവില്ലേ? അതിവിടെ ഉണ്ടാകുന്നില്ല. ഹമാസ് ഇപ്പോഴും ഒരു മുസ്ലിം സംഘടനയാണെന്നും പലസ്തീന് വേണ്ടിയിട്ട് യുദ്ധം ചെയ്യണമെന്നുമാണ് ഇപ്പോഴും പല ലോകങ്ങളും, മുസ്ലിം ലോകങ്ങളൊക്കെ വിശ്വസിച്ചുകൊണ്ടിരിക്കുന്നത്. അതിന് ഹമാസിന് സിന്ദാബാദ് വിളിക്കാൻ ഇവിടെ ആൾക്കാരുണ്ട്. ഞാനതിൽ വിശ്വസിക്കുന്നില്ല. ഹമാസ് ഇസ്രായേലിന്റെ സംഘടനയാണ്, അമേരിക്ക പിന്തുണയോടെ പ്രവർത്തിക്കുന്ന സംഘടനയാണ്. അവർ തന്നെയാണ് ഇവർക്ക് ആയുധം കൊടുക്കുന്നത്. അത് തമ്മിൽ യുദ്ധം ചെയ്ത് ആ ഒരു ഭാഗം, ഗാസയുടെ ഭാഗം ക്രമേണ പിടിച്ചെടുക്കാൻ വേണ്ടി ഉള്ള ആസൂത്രിത ശ്രമം, അഥവാ അങ്ങനെയാണ് ആ പ്രദേശം പിടിച്ചെടുക്കുന്നത് എന്ന് ലോകത്തെ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്. അത്രയേ ഉള്ളൂ. അല്ലാതെ കയറി അടിച്ചങ്ങ് പിടിച്ചെടുത്തു കഴിഞ്ഞാൽ അത് അന്താരാഷ്ട്ര നിയമലംഘനമൊക്കെ ആയിപ്പോണെങ്കിലോ. അപ്പോൾ അതിനെ മറികടക്കാൻ വേണ്ടി ഒരു മറയാക്കുന്നത് മാത്രം. ISISനെ കൊണ്ടുവന്നതുപോലെ, ഒസാമ ബിൻ ലാദനെ യൂസ് ചെയ്തതുപോലെ. അതൊന്നും മനസ്സിലാക്കാത്ത കുറെ ആൾക്കാർ നമ്മൾ കിടന്ന് അടികൂടുന്നു. ഞാൻ മുസ്ലിം, നീ ഹിന്ദു, മറ്റവൻ ക്രിസ്ത്യൻ. എന്താ കാര്യമുള്ളത്? നമ്മുടെയൊക്കെ സിരകളിലൂടെ ഓടുന്നത് ഒരേ നിറമുള്ള ഒരേ ചോര, ഭാരതീയന്റെ ചോര. ഞാൻ എന്റെ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടല്ലോ, ഇന്ത്യൻ മുസ്ലിങ്ങൾ പശു ഇറച്ചി കഴിക്കില്ല എന്നുള്ളത്. അത് പശു ഹറാമായത് കൊണ്ടല്ല. ഇന്ത്യയിലുള്ള ഒരു മുസൽമാൻ, ഒരു മുസ്ലിമിന്റെ മനസ്സിൽ ആ പശു എന്ന് പറയുന്ന ഒരു ദൈവിക എന്തോ അത് പറയാൻ വാക്കുകൾ കിട്ടില്ല. ആ ഒരു രീതിയാണ് അവന്റെ തലച്ചോറിൽ എഴുതി വെച്ചിട്ടുള്ളത്. അതുകൊണ്ടാണ്. അതൊരു ഇന്ത്യക്കാരനായതുകൊണ്ടാണ്. അക്കാര്യം ഞാൻ മറ്റൊരു വീഡിയോയിൽ പറയാം. ഇന്ത്യയിലെ ഹിന്ദു, മുസ്ലിമും ക്രിസ്ത്യനും ഒക്കെ ആരാണെന്നുള്ളത്. ഇപ്പൊ നമുക്ക് സൗദി അറേബ്യയും ഖത്തറും ഇറാനും ഒക്കെയാണല്ലോ നിൽക്കുന്നത്. അവിടെ മരണപ്പെടുന്നവർ അവരെ തമ്മിലടിച്ച് ചാകട്ടെ എന്ന് കരുതി ഇവിടെ സന്തോഷിക്കുന്ന കുറെ മൃഗതുല്യ മനസ്സിന് ഉടമകളായിട്ടുള്ളവരുണ്ട്. അവരോട്, പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ഇരിക്കുന്ന കൊമ്പാണ് മുറിക്കുന്നത്, അല്ലെങ്കിൽ ഇരിക്കുന്ന കൊമ്പ് മുറിക്കുന്നവരെയാണ് നിങ്ങൾ സപ്പോർട്ട് ചെയ്യുന്നത് എന്ന് നിങ്ങൾ മറന്നു പോകരുത്. ഇന്നത്തെ അവസ്ഥയിൽ നമ്മൾ ഗൾഫ് രാജ്യങ്ങളോ മറ്റു രാജ്യങ്ങളോ ഒക്കെ ഇല്ലാതായി പോയി കഴിഞ്ഞാൽ നമ്മൾ വീണ്ടും പഴയ ജാമ്പവന്റെ കാലത്തേക്ക് തിരിച്ചു പോകും. കാരണം ഇവിടെ ഉള്ളവർ ഇവിടെ ഡെവലപ്പ് ചെയ്ത് മുന്നോട്ട് പോകണമെന്ന് വലിയ താല്പര്യമൊന്നുമില്ല നമ്മുടെ കേരളത്തിലുള്ളവർക്ക്. പണമുള്ളവൻ വലിയ വ്യവസായികളാകുന്നുണ്ട്. അവന്റെ പിണിയാളുകളായി നമ്മൾ നിന്നാൽ മതിയെന്നുണ്ടെങ്കിൽ ഓക്കെ. ഞാനും എന്റെ പൊണ്ടാട്ടിയും ഒരു തട്ടാനും എന്നുള്ള സിദ്ധാന്തം എല്ലായിടത്തും വിലപ്പോകുകയൊന്നുമില്ല. നമ്മൾ വേണം
ഈ ഇന്ത്യയും വേണം, മറ്റ് രാജ്യങ്ങളും വേണം, അതുപോലെ മറ്റ് പൗരന്മാരും വേണം, അവരെല്ലാവരും വേണം. ആരുമില്ല, ഒരു ഇന്ത്യ മാത്രമേ ഉള്ളൂ എന്നുണ്ടെങ്കിൽ ഇന്ത്യക്ക് പിന്നെ എന്താണ് വില? Different angles. Don't forget to subscribe and support this channel.